എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും നിങ്ങൾക്ക് അവസരം 2025-26 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ, അതായത് NRI കോട്ട സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒഴികെ പരിശോധിക്കുന്നതിനും അപേക്ഷയിലെ ന്യൂനതകൾ ഉള്ള പക്ഷം അവ പരിഹരിക്കുന്നതിനുമുള്ള അവസരം 12/5/2025 വൈകുന്നേരം 3 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ അവരവരുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷൻ്റെ പ്രൊഫൈൽ പേജ് ദൃശ്യമാവുന്നതാണ്. അപേക്ഷകരുടെ പ്രൊഫൈൽ പേജിൽ അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ, നേറ്റിവിറ്റി, സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ, ഒപ്പ് എന്നിവയും ദൃശ്യമാകുന്നതാണ്. അപേക്ഷയിൽ ന്യൂനതകൾ ഉള്ള പക്ഷം, അതായത് എന്തെങ്കിലും തെറ്റുകൾ ഉള്ള പക്ഷം, പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമോ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐറ്റം ക്ലിക്ക് ചെയ്താൽ ന്യൂനതകൾ, അതായത് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ ഒപ്പ് ഇവയിൽ ഏതിൻ്റേതാണ് തെറ്റുള്ളത് അതനുസരിച്ച് അപേക്ഷ ഓൺലൈനായിട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ, അതായത് മെയ് 12 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം നൽകുന്നതല്ല. അനുബന്ധ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. പ്രൊഫൈൽ പേജിൽ ദൃശ്യമായിട്ടുള്ള അപേക്ഷകൻ്റെ പേര്, ഫോട്ടോ, ഒപ്പ് എന്നിവ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പേര്, ഫോട്ടോ, ഒപ്പ് എന്നിവയുമായി വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു വിഷയം നിങ്ങൾ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പരാമർശിച്ച് കൊണ്ട് അത് ഇമെയിലായിട്ട്, അതായത് cek.info.ce@kerala.gov.in എന്നുള്ള അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഈ ഒരു ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾ മെയ് 12 വൈകുന്നേരം 3 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു കുറിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് വ്യവസ്ഥ അനുസരിച്ച് കേരളീയരായവർക്ക്, അതായത് കേരളൈറ്റ് ആയവർക്ക് മാത്രമാണ് സാമുദായിക അല്ലെങ്കിൽ പ്രത്യേക സംവരണത്തിനോ ഫീസ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളത്. ഇത്തരം സംവരണം ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾ സമർപ്പിക്കുകയും അവ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കേരളീയനാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളുടെ അഭാവത്തിൽ പ്രസ്തുത സംവരണം അല്ലെങ്കിൽ ആനുകൂല്യം റദ്ദു ചെയ്യപ്പെടുന്നതാണ്. ആയതിനാൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ നേറ്റിവിറ്റി മെമ്മോ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് നേറ്റിവിറ്റിയിലെ അപാകതകൾ പരിഹരിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടും വരെയും +2 മാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നവരെയും മാത്രം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതായത് നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവരെ മാത്രമാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയും ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ കീമിൻ്റെ ഫാർമസി പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫാർമസി പരീക്ഷയിൽ നിങ്ങൾ നിശ്ചിത യോഗ്യത എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് ഈ ഒരു ഫാർമസി പരീക്ഷയിൽ ക്വാളിഫൈ ആവാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം കാൻഡിഡേറ്റ് പോർട്ടലിൽ പിന്നീട് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് അത് കണക്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഡ്, അതായത് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. അതുകൂടി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈലിൽ നിന്നും മെമോ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് തെറ്റ് കാണിച്ചുള്ളത് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ആണോ ഒപ്പിൻ്റേതാണോ എന്താണ് ഡിഫക്റ്റ് കാണിച്ചുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അത് തിരുത്താനായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ
നിങ്ങളുടെ ഫോട്ടോ, പേര്, ഒപ്പ് ഇവയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് cek.info.ce@kerala.gov.in എന്നുള്ള ഈ ഒരു CE ഓഫീസിൻ്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് ആ ഒരു അതായത് മെയ് 12 വൈകുന്നേരം 3 മണിക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു പരാതി അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എഞ്ചിനീയറിങ്ങിൻ്റെ ഈ ഒരു കീം 2025 നടന്നിട്ടുണ്ടായിരുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ പ്രവേശന പരീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയും ക്വാളിഫൈ ആയതിനു ശേഷം നിങ്ങൾക്ക് പിന്നീട് +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്ക് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൂ. +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഓൾറെഡി ലഭ്യമായിട്ടുള്ള ആ ഒരു +2 മാർക്ക് വെച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് ആണെങ്കിൽ കീമിൻ്റെ ഫാർമസി പരീക്ഷയുടെ ആ ഒരു മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഫാർമസി പരീക്ഷ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് ഫാർമസി അഡ്മിഷൻ നേടാൻ പറ്റുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ തെറ്റ് തിരുത്താനായിട്ട് പിന്നീട് NRI ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള തെറ്റുകൾ തിരുത്താൻ അവസരം നൽകും. അപ്പോൾ നിലവിൽ NRI ഡോക്യുമെൻറ്റ്സിൻ്റേതല്ലാതെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ തിരുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 12 അപേക്ഷയിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.